എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് നെക്സ്റ്റ് വീക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതായത് മാർക്കറ്റ് എങ്ങോട്ട് പോകും, ഡൗൺ സൈഡിലേക്ക് പോകുമോ ഇല്ല അപ്പ് സൈഡിലേക്ക് പോകുമോ, കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്തത്, അതുപോലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ എല്ലാം തന്നെ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ, അല്ല തുടർന്ന് കാണുന്നവരാണെങ്കിലും ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, കാരണം ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനു മുൻപുണ്ടായിരുന്ന ടെലഗ്രാം ചാനലുകളും ടെലഗ്രാം ഗ്രൂപ്പുകളും എല്ലാം തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടു. പുതിയതിലേക്ക് കൂടുതൽ ആളുകൾ ചേർന്നിട്ടില്ല. 5000-ഓളം മെമ്പർമാരുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 500-നടുത്ത് ആളുകളെ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇങ്ങനെ പറയുന്നത്. അതൊരു അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ജനറൽ ഗ്രൂപ്പാണെങ്കിലും ഞങ്ങൾ അവിടെ തരുന്നുണ്ട്. തുടർന്നുള്ള ഫ്യൂച്ചർ പ്ലാനുകളെല്ലാം തന്നെ അവിടെയാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജനറൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് വീക്ക്, അതായത് ജൂൺ സെക്കൻഡ് വീക്കാണ് നമ്മൾ നാളെ മുതൽ മാർക്കറ്റിൽ. ഈ സെക്കൻഡ് വീക്ക് നമുക്ക് എന്താവുമെന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് വീക്ക്, അതായത് കഴിഞ്ഞ ആഴ്ച എവിടെയാണ് ക്ലോസ് ചെയ്തത് എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് RBIയുടെ ഭാഗത്തു നിന്ന് ഒരു സർപ്രൈസാണ് വന്നിരുന്നത്. കാരണം നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് പ്രതീക്ഷിച്ചതാണ്, എക്സ്പെക്റ്റ് ചെയ്തത് 25% ബേസിസ് പോയിൻ്റാണ്. പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 50% ബേസിസ് പോയിൻ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിരിക്കുക എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ്. 5.5 എന്നുള്ളതിൽ നിന്ന് 5 എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റിലേക്ക് RBI കൊണ്ടെത്തിച്ചിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CRR-ഉം 100% ബേസിസ് പോയിൻ്റ് കട്ട് ചെയ്തു, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ. ഓക്കെ, ഇതും 100% കട്ട് ചെയ്തിരിക്കുക എന്നുള്ള ഈ 2 കാര്യങ്ങൾ നല്ല ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റി എല്ലാം പെട്ടെന്ന് തന്നെ മൂവായിട്ട് നല്ല ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സോടുകൂടി ക്ലോസ് ചെയ്തത്. അതായത് ഇത് ബാങ്ക് സെക്ടറുകൾക്കെല്ലാം തന്നെ ഒരു ബൂസ്റ്റ് പോയിൻ്റാണ് ഇത്. അതുകൊണ്ട് തന്നെ 2.5 lakh crore ടു 3 lakh crore ലിക്വിഡിറ്റി ബാങ്ക് സെക്ടറുകൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു CRR-ൽ നിന്നും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങിൽ നിന്നും നമുക്ക് ബാങ്ക് സോണുകളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, RBIയുടെ ഭാഗത്തു നിന്ന് തന്നെ ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് വരുന്നു എന്നുള്ളൊരു പോസിറ്റീവ് വാർത്തയുമുണ്ട്. ഇതുകൊണ്ടെല്ലാം കൂടി തന്നെയാണ് സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലിൽ ബാങ്ക് നിഫ്റ്റി ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിഫ്റ്റിയും അതേപോലെ തന്നെ 25,003 എന്നുള്ള ഒരു റേഞ്ചിൽ വന്നിട്ട് സെറ്റിൽഡ് ആയിരിക്കുന്നു. മറ്റൊന്ന്, കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ, അത് വന്നു 3.7 ആണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതേസമയം 4% ആണ് ഇപ്പോൾ നിലവിൽ പ്രീവിയസ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ GDP ഡാറ്റ 6.5 എത്തിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 26 ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട പോസിറ്റീവ് ന്യൂസുകളാണ് ഇപ്പോൾ പറഞ്ഞതെല്ലാം തന്നെ. ഇനി യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് യൂറോപ്യൻ സെൻട്രൽ ബാങ്കും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് 25% കട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് 2%ലേക്ക് മാറ്റി. US-ൽ നിന്ന് ഒരു ഡാറ്റ വന്നിട്ടുണ്ട്, പേറോൾസ്, അതായത് ജോബ് ഡാറ്റ വന്നിട്ടുണ്ട്. 1.39 ആണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. പ്രീവിയസ് അത് 1.47 ആയിരുന്നു. അപ്പോൾ അതൊരു ഗുഡ് ന്യൂസാണ്. മറ്റൊന്ന്, ട്രംപിൻ്റെ ട്വീറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ചൈനയും US-ഉം തമ്മിലുള്ള ഒഫീഷ്യൽ ട്രേഡിംഗ് ഡീൽ നടക്കാൻ പോകുന്നു ജൂൺ 9-ന്, അതായത് നാളെ മൺഡേ. എവിടെ വെച്ചിട്ടാണ് എന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഏതായിരുന്നാലും ഈ ചൈനയും US-ഉം തമ്മിലുള്ള ഒഫീഷ്യൽ ട്രേഡിംഗ് ഡീൽ നാളെ നടക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഡോളർ ഇൻഡെക്സ് 99 to 99,500 എന്നുള്ള ഒരു റേഞ്ചിൽ സസ്റ്റൈൻ ആയി നിൽക്കുന്നുണ്ട്. അതും ഒരു പോസിറ്റീവാണ്. ഈ പോസിറ്റീവ് ന്യൂസുകളെല്ലാം തന്നെ കൂടുതലും വന്നിരിക്കുന്നത്
ഫ്രൈഡേ ആണ്. അതിൻ്റെ ഒരു അംശമാണ് ഫ്രൈഡേ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. അത് നാളെ മുതൽ ഈ ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവായി തന്നെ റിഫ്ലക്റ്റ് ആവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, അത് റിഫ്ലക്റ്റ് ആവുകയാണെങ്കിൽ നിഫ്റ്റി ഏതുവരെ പോകും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഏതുവരെ പോകും എന്നുള്ളത് നമുക്ക് വീഡിയോയുടെ അവസാനം നോക്കാവുന്നതാണ്. നെഗറ്റീവ് ന്യൂസുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പ്രധാനമായും ട്രംപും എലോൺ മസ്കും തമ്മിലുള്ള വാക് തർക്കങ്ങൾ, അതായത് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ടാകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ടാക്സ് ബില്ല് തന്നെയാണ്. അതായത് ട്രംപ് വിധിച്ചിരിക്കുന്ന ടാക്സ് ബില്ല് എലോൺ മസ്കിനെ അത്ര അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. എലോൺ മസ്ക് പറയുന്നത് ഞാനില്ലായിരുന്നുവെങ്കിൽ ട്രംപ് ജയിക്കില്ലായിരുന്നു എന്നാണ്. പക്ഷേ ഇത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ട്രംപ് അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, ഞാൻ അധികാരത്തിൽ വന്നതുകൊണ്ട് എലോൺ മസ്കിനെ ഒരുപാട് ഓഫറുകൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എലോൺ മസ്കിന് മുന്നോട്ട് വരാൻ വേണ്ടി ഒരുപാട് ഓഫറുകൾ ഞാൻ വെച്ച് നീട്ടിയിട്ടുണ്ട്. ആ ഓഫറുകളെല്ലാം തന്നെ ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എലോൺ മസ്ക് ട്രംപിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള ഒരു നിലയിലേക്ക് വരെ എത്തി എന്നുള്ള ഒരു വാർത്തകളടക്കം വന്നിരുന്നു. അവർ അത്രയും ഒരു ഗാഢമായ ഒരു ബന്ധത്തിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി. ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ട്രംപ് ഈ ഒരു കാര്യം, അതായത് ഇയാൾ കൊടുത്തിരിക്കുന്ന ഓഫറുകളെല്ലാം കട്ട് ചെയ്യും എന്ന് പറഞ്ഞതോടുകൂടി എലോൺ മസ്ക് ഒന്നുകൂടെ ചൂടായിട്ട് കുറച്ച് കടന്ന കയ്യിൽ എന്തായി ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സെക്സ്വൽ ഹറാസ്മെൻ്റാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതായത് സെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രംപിന് എതിരെയുള്ള വിമർശനം അത് പെട്ടെന്ന് പിന്നീട് അയാൾ പിൻവലിച്ചെങ്കിലും അത് ഒരു കരടായി തന്നെ നിലനിൽക്കുന്നുണ്ട്. തന്മൂലം എലോൺ മസ്കിൻ്റെ ടെസ്ല സ്റ്റോക്ക് 30 lakh കോർ, അതായത് നമ്മുടെ ഇന്ത്യൻ മണി 30 lakh കോർ 15% ഇടിഞ്ഞിരിക്കുന്നത്. ഇതൊരു നല്ല ഇടിവാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് US ബോണ്ട് ഈൽഡ് എല്ലാം തന്നെ ഇൻക്രീസ് ആയിട്ടുണ്ട്. 4.6 US ബോണ്ട് ഈൽഡ്, അതേപോലെ 10 years ഈൽഡ്, 30 years ഈൽഡ് എല്ലാം തന്നെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ആഴ്ച നമ്മുടെ വീക്ക്ലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ സെൻസെക്സ് 737 പോയിൻ്റ് പോസിറ്റീവിൽ, അതായത് 737 പോയിൻ്റ് ഉയർന്ന് 82,188 സെറ്റിൽഡ് ആയിരിക്കുന്നത്. അതേപോലെ തന്നെ നിഫ്റ്റി 252 252 പോയിൻ്റ് ഉയർന്ന് 25,003 സെറ്റിലായിട്ടുണ്ട്. 1.01% അപ്പായിരിക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ US മാർക്കറ്റ് 1.58-2% ഹൈയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നാസ്ഡാക്ക് ആൾമോസ്റ്റ് 2% ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബോർഡർ ലെവലിൽ വരികയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ്, അതേപോലെ തന്നെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് എല്ലാം തന്നെ 1-2% ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പ്രീവിയസ് വീക്കിൽ. അതേപോലെ തന്നെ റിയാലിറ്റി 9.5% ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ CRR 100 പോയിൻ്റ് റേറ്റ് കട്ടിങ്ങും അതുപോലെ തന്നെ RBIയുടെ ഭാഗത്തു നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങും തന്നെയാണ്. പ്രധാനമായും ഇവ ആർക്കൊക്കെയാണ് ഗുണകരമാവുക എന്ന് വെച്ചാൽ റിയാലിറ്റി, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബാങ്കിങ് സെക്ടറുകൾക്കാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് അതുകൂടെ നമുക്ക് ഒന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ മെറ്റൽ 2.5% ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. PSU ബാങ്ക് 2% ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആട്ടോ സെക്ടർ വന്നിട്ട് 1.5%ലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. FII DIErsൻ്റെ ഡാറ്റ പ്രീവിയസ് വീക്കിൽ നോക്കുകയാണെങ്കിൽ 3,565 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIers നടത്തിയിരിക്കുന്നത്. എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് DIErs 2,513 കോടിയുടെ ബയ്യിങ് ആണ് അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നിഫ്റ്റിയുടെ ട്രേഡിംഗ് ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 25,003 സെറ്റിൽഡ് ആയിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിൽ കൂടുതലായിട്ട് നമ്മളറിയാം ഒരു ഫുൾ കൺസോൾട്ടേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു നിർജീവാവസ്ഥയിലായിരുന്നു നിഫ്റ്റി. ഓക്കെ, 24,400 മുതൽ 25,100 എന്നുള്ള ഒരു റേഞ്ചിലാണ് നിഫ്റ്റി. മുകളിലേക്ക് പോകും, താഴേക്ക് വരും, മുകളിലേക്ക് പോകും, താഴേക്ക് വരുമെന്ന് ഈ ഒരു രീതിയിൽ ഒരു 10-50 ദിവസത്തോളം നിഫ്റ്റി ആ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു ട്രേഡിംഗ് ആയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് വന്നതോടുകൂടിയിട്ട് 25,000 എന്നുള്ളൊരു സൈക്കോളജിക്കൽ ലെവൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ നാളെ എന്തായാലും ഒരു പോസിറ്റീവ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരിക്കും. കാരണം
തിങ്കളാഴ്ച ഇത്രത്തോളം പോസിറ്റീവ് ന്യൂസ് തിങ്കളാഴ്ച മാർക്കറ്റിൽ അത്രത്തോളം ടൈം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നാളെ മുതൽക്ക് എന്തായാലും നാളെ ഒരു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു 25,100 എന്നുള്ളത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 25,150 ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ 700 പോയിൻറ്റിൻ്റെ റാലി 700 പോയിൻറ്റിനകത്താണ് നിഫ്റ്റി ട്രേഡിംഗ് നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 54,400 മുതൽ 56,100 വരെ ഏകദേശം 1,700 പോയിൻറ്റിനകത്താണ് ട്രേഡിംഗ് ബാങ്ക് നിഫ്റ്റിയിൽ നടന്നിരിക്കുന്നത്. അത് ഏകദേശം 2 മാസക്കാലമായിട്ട് ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ്. 54,400 ടു 56,100 ആ റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി നടന്നിരിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റി ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ 25,000 ഇപ്പോൾ സെറ്റിൽഡ് ആയിരിക്കുന്നത്. ഓക്കെ, 25,100 ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അതേപോലെ തന്നെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,150. ഓക്കെ, അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 25,250 എന്നുള്ളതും ഈ ഒരു 3 റെസിസ്റ്റൻസ് മേജറായ റെസിസ്റ്റൻസ് ലെവലിൽ തന്നെയാണ്. എന്നാൽ 25,250 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താലും മതി. നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,600 25,650 ആ റേഞ്ചിലാണുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും 25,250 നാളെ തന്നെ ബ്രേക്ക് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 57,000 നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് 57,500 ഉള്ളൂ. സപ്പോർട്ടായിട്ട് 55,400 അതിനും താഴെ വരികയാണെങ്കിൽ 55,000 ആ റേഞ്ചിലേക്ക് വരും എന്നാണ് തോന്നുന്നത്. നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇവൻറ്റ്സുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കാം. മൺഡേ ജൂൺ 9 രാവിലെ 7 മണിക്ക് ചൈനയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഇയർ ടു ഇയർ 0.1% ആണ് നിലവിലെ ഫോക്കാസ്റ്റ്. 0.2% രാവിലെ 8:30 മണിക്ക് ചൈനയുടെ ബാലൻസ് ട്രേഡും വരുന്നുണ്ട്. പിന്നീട് മറ്റന്നാളാണ്, അതായത് ചൊവ്വാഴ്ചയല്ല, വെനസ്ഡേ ജൂൺ 11 വൈകുന്നേരം 6 മണിക്ക് USA ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. നിലവിൽ 2.3% ഫോക്കാസ്റ്റ്, 2.5%. അന്ന് തന്നെ USA കോർ ഇൻഫ്ലേഷൻ ഡാറ്റയും വരുന്നുണ്ട്. ഇനി വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. 3.16% ആണ് നിലവിൽ ഫോക്കാസ്റ്റ്, 3.1%. വൈകുന്നേരം 6 മണിക്ക് USA നിന്ന് PPI ഡാറ്റ വരുന്നുണ്ട്. അത് തന്നെ USA നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും വരുന്നുണ്ട്. ഇനി വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ജൂൺ 13 വൈകുന്നേരം 7:30 USA നിന്ന് കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഡാറ്റ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇവൻറ്റ്സുകളാണ് ഉള്ളത്. ഇനി നമ്മൾ ടെക്നിക്കലി ചാർട്ടിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വീക്ക്ലി ബേസിസിൽ നോക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നാളെ വാച്ച് ചെയ്യാനുള്ള ട്രേഡ് ചെയ്യാനുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അതിലും നോക്കാം. ഓക്കെ, നോക്കൂ, നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഡെയിലി ചാർട്ടിൽ 25,003 നിഫ്റ്റി വന്ന് സെറ്റിൽഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,100. ഓക്കെ, ഈ ഒരു സോണിലാണ് 25,100 ആ റേഞ്ചിലാണ്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ 25,160 എന്നുള്ളത് 14 ഒക്ടോബർ 24 ക്ലോസ് ചെയ്ത ആ ഒരു 25,160 എന്നുള്ള ഒരു റേഞ്ചാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ്. 25,100 കഴിഞ്ഞാൽ 25,150, അത് കഴിഞ്ഞാൽ 25,235, 25,250 ആ ഒരു റേഞ്ചിലാണ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് നമുക്ക് ഇവിടെയാണ് ഒരു റെസിസ്റ്റൻസ് കാണാൻ കഴിയുന്നുള്ളൂ, 25,650. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 25,900 പിന്നെ ആൾ ടൈമായി. അങ്ങനെ നിഫ്റ്റി ഇനി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ വീക്കിലി ബേസിസിലാണ് നമ്മൾ പറയുന്നത്. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 24,850, 900 ആ ഒരു റേഞ്ചിലാണ് ഫസ്റ്റ് സപ്പോർട്ട്. സെക്കൻഡ് സപ്പോർട്ട് 24,750 ആ റേഞ്ചിൽ. പിന്നീട് അതിനും താഴെ വരികയാണെങ്കിൽ പിന്നെ 24,500 ആ ഒരു റേഞ്ചിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ വീക്ക്ലി ബേസിസിൽ 25,100, 25,150, 250, അതിന് മുകളിൽ പോയാൽ 25,650. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ
57,000 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വീക്ക്ലി ബേസിസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 57,500 ആ ഒരു റേഞ്ച് വരെ അവിടെയാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളത്. അതുപോലെ സപ്പോർട്ടായിട്ട് 55,400 ആ ഒരു റേഞ്ചിലാണുള്ളത്. അതിനും താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 55,000 ആ ഒരു റേഞ്ചാണ് നെക്സ്റ്റ് സപ്പോർട്ട് വീക്ക്ലി ബേസിസിൽ. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇങ്ങനെയാണ്. ഇനി നമുക്ക് നാളെ ട്രേഡ് ചെയ്യാനുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണെന്ന് വാച്ച് ചെയ്ത് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇപ്പോൾ 25,003 സെറ്റിലായിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയാൻ ഇപ്പോൾ നാളെ ഒരു ഗ്യാപ്പ് അപ്പ്, ഒരു 100 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ 25,100. ഓക്കെ, 25,100 മുകളിൽ ഗ്യാപ്പ് അപ്പ് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ താഴെ വന്നിട്ട് തിരിച്ച് പോകുന്ന സമയത്ത് നമുക്ക് 25,100 തന്നെ 120 ആ ഒരു റേഞ്ചിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വെക്കാവുന്നതാണ്. ഇനിയില്ല 25,100 മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് കണ്ടിന്യൂ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 25,150 നിങ്ങൾ വാച്ച് ചെയ്യുക. നെക്സ്റ്റ് 25,250 വാച്ച് ചെയ്യുക.